ഹലോ എല്ലാവർക്കും സുസിൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗൊക്കെ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കഴിഞ്ഞ ഞങ്ങൾ വീഡിയോയിലോ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി അത് അയാൾ ആ ഒരു മസാർക്കാണ് പോയിട്ട് ഞങ്ങളിപ്പോൾ വന്നത്. ഇനി ഞങ്ങൾ പോകേണ്ടത് കുത്തുബ് മിനാർക്കാണ്. അപ്പോൾ അതിന് മുന്നുള്ളൊരു ചെറിയൊരു നാസ്താക്കാണ് ഈ ഒരു ഹോട്ടലിലേക്ക് പറ്റിയത്. അപ്പോൾ ചെറിയൊരു നാസ്ത ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് കുത്തുബ് മിനാർ നോക്കുകയാണ്. കണ്ടതാണ് കുത്തുബ് മിനാർ ദൂരത്ത് കണ്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു കുത്തുബ് മിനാർ കോംപ്ലക്സിലേക്ക് ഞങ്ങൾ പറ്റിയാണ്ട് കണ്ടെങ്കിൽ പിന്നെ കണ്ടത് അതൊരു വലിയൊരു ചരിത്രം ഇറങ്ങിയെങ്കിൽ വലിയൊരു നഗരിൻ്റെ ചൊല്ലാം. അതായത് ഇന്ത്യയിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു എന്താ ചൊല്ലി മുസ്ലിം ഭരണകൂടത്തെ ഒരു തുടക്കത്തെ ഒരു അടയാളമായിട്ട് ഇവിടെ കുത്തുബ് മിനാർ ചൊല്ലത്. ഏതായാലും ഈ ഒരു കോംപ്ലക്സിലുള്ള ഉണ്ട് ഞങ്ങൾ നോക്കാൻ പോകേണ്ടത് അതിൽ ഒരു പാതി ഭാഗം മാത്രമായിട്ട് ഇവിടെ, അതായത് അലൈമിനാർ, അതേപോലെ ഇൽത്തുമിഷ് ടോംബോ മക്ബറ, അതേപോലെ അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു ഖബർ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഉണ്ട് ഞങ്ങൾ നോക്കുക പോകേണ്ടത്. ഏതായാലും ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ട് നോക്കുക പോകേണ്ടത് അലൈ മിനാറാണ്. ഈ അലൈ മിനാർ പോകേണ്ടത് ഈ എതിർ കണ്ടതാണ് ഞങ്ങൾ എന്താ പറയുക ഗേട്ട് ചൊല്ലത്. അത് കുത്തുബ് മിനാർ പണ്ടത്തെ ഒരു ഗേട്ടായിട്ട് എന്ത് ചെയ്തു. എന്നാൽ ഈ ഒരു ഗേട്ടിക്ക് പോകേണ്ടതിരെ ഞങ്ങൾക്ക് ബലത്തെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ചെറിയൊരു പല്ല് കാണും. ഈ പല്ല് ചൊല്ലത് ആർക്ക് കെട്ടുവാട്ടിയത് ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഷാജഹാൻ കെട്ടുവാട്ടിയതാണ്. പണ്ടത്തെ കാലത്ത് ഇതൊരു പള്ളിയും അതേപോലെ ഒരു ഗസ്റ്റ് ഹൗസാണ് അതായിട്ട് ഇന്നത്. ഏതായാലും ആ ഒരു ഗസ്റ്റ് ഹൗസും ആ ഒരു പള്ളിയും നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നേരത്തെ ചെന്നതുപോലെ ഈ ഒരു ഗേറ്റ് കടന്നിട്ട് ഞങ്ങൾ പോകേണ്ടത് ഇവിടെ ചെന്നുകൊണ്ട് കണ്ടെങ്കിൽ അലൈ മിനാർക്കാണ്. ഇത് നന്നായിട്ട് ചെന്ന പോലെ ആര് ഷാജഹാൻ കെട്ടുവാട്ടിങ്ങനത്തെ പള്ളിയാണ്. എന്താണ് ഈ അലൈ മിനാർ? അത് ഞങ്ങൾക്ക് എന്താ ചൊല്ലിട്ട് കണ്ടെങ്കിൽ നമുക്ക് പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയായിട്ട് ഇന്ന ആളാണ് അലാവുദ്ദീൻ ഖിൽജി ചൊല്ലത്. അപ്പോൾ ഈ അലാവുദ്ദീൻ ഖിൽജി അതായത് പണ്ടത്തെ കാലത്ത് എത്രത്തോളം വില പ്രാധാന്യം എന്ത് ചൊന്നിട്ട് കണ്ടെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി ചൊന്നുകൊണ്ടിരുന്നത് രണ്ടാം അലക്സാണ്ടർ ചൊന്നിട്ടാണ്. അതായത് ഏതെല്ലാം പ്രദേശത്ത് യുദ്ധമൊക്കെ പോകണ്ടോ ആ ഒരു പ്രദേശം എല്ലാം വിജയിച്ചിട്ട് ബന്നെങ്കിൽ ആളാണ് ആര് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഈ അലാവുദ്ദീൻ ഖിൽജി 1290 ഒലിയുമ്പോൾ അപ്പോൾ അതിൽ കുറേ മുന്നത്തെ സ്റ്റോറി ഉണ്ട്. അത് ഇൻഷാല്ലാ നെക്സ്റ്റ് ആ ഒരു എന്തൊരു ചൊന്നാണ് കണ്ടെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു ടോംബുക്ക് പോകേണ്ട ആ ഒരു ജാഗ്യം ഞാൻ ആ ഒരു ചരിത്രം ഫുള്ളായിട്ട് ചൊല്ലാം. ഏതായാലും ഈ ഒരു 1290 ഒലിയുമ്പോൾ ഗുജറാത്ത് എന്താക്കുന്നതാണ് യുദ്ധമാക്കിയിട്ട് പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഗുജറാത്ത് പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരുപാട് സ്വത്തും കാര്യമെല്ലാം ആരെടുക്കുക ഈ ഒരു അലാവുദ്ദീൻ ഖിൽജി പിടിച്ചെടുക്കുക. അങ്ങനെ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു മെയിനായിട്ട് ഒരാളാണ് അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. ആ ആളുടെ പേരാണ് എന്തൊരു ചൊന്നേണ്ട് കണ്ടെങ്കിൽ അതായത് മലിക് കഫർ ചൊല്ലുടെ ഒരാളാണ് ഗുജറാത്തിലായിട്ട് ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മലിക് കഫർ പിന്നീട് എത്ര ചൊന്നെങ്കിൽ ഈ ഒരു അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും വലിയൊരു വിശ്വസ്തനായ ആളായിട്ട് പോകേണ്ടതാണ്. എന്നാൽ ഈ മലിക് കഫറുടെ നേതൃത്വത്തിൽ 1310 ഈ ഒരു കാലഘട്ടത്തെ സന്ദർഭത്തിൽ ഡെക്കൻ പ്രവിശ്യ, അതായത് ഞങ്ങൾ ഇപ്പോൾ ചൊല്ലാണ് കണ്ടെങ്കിൽ ഞങ്ങൾ ഏത് കർണാടക, അതേപോലെ കർണാടകത്തിലുള്ള ഹൊയ്സല ആൾക്കാർ ഹൊയ്സല അവർ ചെയ്തിരുതും, അതേപോലെ തമിഴ്നാട്ടിലുള്ള എനിക്കത്തെ പാണ്ഡ്യന്മാർ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും എന്താക്കുന്നതാണ് ഈ മലിക് കഫറിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം പോയിട്ട് യുദ്ധമാക്കിയിട്ട് അങ്ങനെ സോപ്പാട്ടിയിട്ട് ബണ്ടതാണ്. അങ്ങനെ ഈ സോപ്പാട്ടിയിട്ട് ബന്ന സന്ദർഭത്തിൽ അപ്പോൾ ഇത് ഈ ഒരു ബന്ന സന്ദർഭത്തിൽ ഇതിലൊരു ഓർമ്മകായിട്ട്, അതായത് ഡെക്കൻ ചുള്ള അത്രക്കും വലിയൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓർമ്മക്ക് ബെയിനായിട്ടാണ് ഈ ഒരു അലൈ മിനാർ കെട്ടുകൊണ്ടാണ് ആർ തീരുമാനമാക്കിയത് അലാവുദ്ദീൻ ഖിൽജി തീരുമാനമാക്കിയത്. ഒരു കാരണം അതാണ്. പിന്നെ ഒരു ഈ അലൈ മിനാർ ഈ നേരെ ഇന്നിപ്പോൾ കാണുകയുള്ളതാണ് അലൈ മിനാർ. അതിക്ക് എത്രയും വലിയൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടത്തെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ ബന്ധം കണ്ടെങ്കിൽ എല്ലാവരും നോക്കി വരുന്നത് ഒരു ആയിട്ട് കിടയത് കുത്തുബ് മിനാർ. അപ്പോൾ ഈ കുത്തുബ് മിനാറെ കാലം എല്ലാവരും കുത്തുബ് മിനാർ നോക്കുമ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കറാണ് ഓർക്കുന്നത്. അപ്പോൾ നണ്ടേ ഓർക്കണം, അതായത് അലാവുദ്ദീൻ ഖിൽജിയെ ഓർക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ടിട്ടും എന്താക്കിയതാണ് ഈ ഒരു അലൈ മിനാർ കെട്ടുക എന്നാണ് തീരുമാനമാക്കിയതാണ്. എന്നാൽ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു അലൈ മിനാർ കെട്ടുന്നതിന് മുന്നോളം ഉദ്ദേശിച്ച് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും കുത്തുബ് മിനാർ ഏറ്റവും വലിയൊരു എന്താണ് നിർമ്മിതിയാണ്, ഏറ്റവും വലിയൊരു മിനാറാണ്. അതിലെ ഒരു ഹൈറ്റ് ചൊല്ലത് ഏകദേശം 72.5 മീറ്ററാണ്.
അപ്പോൾ അതിനായിട്ട് ഡബിൾ അതിനായിട്ട് അതിന് നേരെ ഡബിൾ ഗേറ്റ്, അതായത് അപ്പോൾ നോക്കുകയാണെങ്കിൽ 145 മീറ്റർ ഉദ്ധത്തിൽ വലിയൊരു ഈ ഒരു മിനാര കെട്ടുകൊണ്ടാണ് ആറ് വിചാരിച്ചത് അലാവുദ്ദീൻ ഖിൽജി വിചാരിക്കുകയും അങ്ങനെയാണ് ഈ ഒരു അലൈ മിനാർ കെട്ടൊക്കെ എന്താക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് അലൈ മിനാർ കെട്ടൊക്കെയുള്ള കാരണം, അതേപോലെ അലൈ മിനാർ കെട്ടിയത്. എന്നാൽ ഈ ഒരു അലൈ മിനാർ 1300 പോണെന്ന സന്ദർഭത്തിലാണ് ഈ ഒരു അലൈ മിനാർ കെട്ടുകയും അങ്ങനെ 1300 ആറ് മരിക്കുകയും അലാവുദ്ദീൻ ഖിൽജി അവിടെ മരിക്കുന്നതാണ്. അങ്ങനെ മരിക്കലോട് കൂടി എന്തായില്ല, പിന്നെ ഈ ഒരു കെട്ടിടത്താരെന്താക്കൾ നോക്കുക പോയില്ല. അതിൽ പിന്നെ വന്ന് അധികാരിമാർ അതിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെയായിട്ട് ഇതിലങ്ങനെയാണ് വിട്ടത്. അങ്ങനെ ഏകദേശം ഇത് 24.5 മീറ്റർ വലിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തുബ് മിനാർ ആ ഒരു ഫസ്റ്റത്തെ രൂപ കുത്തുബ് മിനാർ കെട്ടുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റത്തെ രൂപ എന്ന് അതൊരു ഈ ഒരു രൂപം എന്താക്കി ഈ ഒരു കെട്ടിടത്തിൽ നോക്കി ഞങ്ങൾ കാണാൻ സാധ്യതയോട്. പക്ഷെ അത്രക്കും വലിയൊരു നിർമ്മിതിയാണ് ഉണ്ടെന്നങ്ങ് പോയെങ്കിലും ഈ ഒരു നിർമ്മിതി ഞങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇത് കെട്ടിയത് കല്ലും അതേപോലെ 100 ചക്കര ഇതെല്ലാം മിശ്രിത ആക്കിയിട്ടാണ് ഈ ഒരു കെട്ടിടം കെട്ടിയത്. അതേപോലെ പുറത്തിൽ ഇങ്ങനത്തെ ഒരു കെട്ടിടം കണ്ടെങ്കിൽ ഉൾഗത്തിൽ പിന്നൊരു ഉദ്ധത്തിലുള്ള പിന്നൊരു കെട്ടിടം കൂടി ഇതിലുൾക്കൊണ്ട്, അതായത് ഒരു ഞങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചെങ്കിൽ മേല് 10 അവിടെങ്കിത്തെ രൂപത്തിലാണ് ഈ ഒരു അലൈ മിനാർ ഉള്ളത്. ഇണ്ടും ഞങ്ങൾ പോയെങ്കും നോക്കുക അവിടെങ്കിത്. പക്ഷെ ഇതൊരു എന്ത് ചൊല്ല പാതിയിൽ നിണ്ടെങ്കിത്തെ ഒരു കെട്ടിടമായിട്ടേക്കറ് എങ്ങാനും ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നിർമ്മിതിയാവുണ്ട്. അതായത് എന്താ ചൊല്ലേ കുത്തുബ് മിനാറേക്കാളും ഏറ്റവും വലിയൊരു നിർമ്മിതിയായിട്ട് ഈ ഒരു അലൈ മിനാർ ഞങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു അലൈ മിനാർ ചൊല്ലത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അലൈ മിനാർ കണ്ടത്. ഏറ്റവും വലിയൊരു നിർമ്മിതിയാണ്, കാണേണ്ടത് ഒരു നിർമ്മിതിയും കൂടിയായിട്ടിക്കറ്. അപ്പോൾ ഇതിനെ നേരെ അപ്പുറത്ത് ഞങ്ങൾ കാണുന്നുണ്ട് കുത്തുബ് മിനാർ ഞങ്ങൾക്ക് കാണുക സാധ്യമാടും. ഏതായാലും ഈ ഒരു അലൈ മിനാർ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ട് പോയത് ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു രാജാവ് എന്ന് പറയാം, ഏറ്റവും വലിയൊരു സുൽത്താൻ, ആ സുൽത്താൻ്റെ മക്ബറ നോക്കുക മെയിനായിട്ടാണ് പോയിട്ടുള്ളത്. അതായത് ശംസുദ്ദീൻ ഇൽത്തുമിഷിറെ മക്ബറ നോക്കുകയാണ് പോയത്. കഴിഞ്ഞ ചൊന്നിട്ട് ആരാണ് ഇൽത്തുമിഷ് ചൊല്ലത് ഏറ്റവും വലിയ ഒരു ഉന്നതനായത് ഒരു ഭരണാധികാരിയാണ്. മാത്രമല്ല ഈ ഒരു ഭരണാധികാരി ചൊല്ലത് ഇൽത്തുമിഷ് ഭരണാധികാരി അവിടെ ചൊന്നിട്ടുണ്ടെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ, അതായത് തുർക്കിലിക്കര കാലഘട്ടത്തിൽ ഒരു അടിമയായിട്ടാണ് ആരുന്നത് ഇൽത്തുമിഷ് എന്നത്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ നോക്കുകയും ചെറിയ പ്രായത്തിൽ ചെന്നതാണ് ഈ ഒരു ആള് പിന്നീട് ഏറ്റവും വലിയ ഒരു എന്താവും രാജാവായിട്ട് പോകും. അപ്പോൾ അണ്ടത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ചെയ്യുന്നത് ഒരു അടിമയാണ്, അടിമ എങ്ങനെ രാജാവാം. പക്ഷേ അജ്മീർ ഖ്വാജയുടെ ആ ഒരു പലക്കം കൊണ്ട് പിന്നീട് ലോകം ഭരിച്ച ഏറ്റവും വലിയൊരു ഭരണാധികാരിയായിട്ടാണ് പോയത്. അതായത് തുർക്കിയിലെ ജനസംഖ്യത്തെ ബഹുമാനപ്പെട്ട ഇൽത്തുമിഷ് പിന്നീട് അവിടെ സഹോദരന്മാരെ ചതി കൊണ്ടിട്ട് ആൾക്കാർക്ക് എന്താക്കുന്നതാണ്, അടിമയായിട്ട് വിൽക്കുന്നതാണ്. അങ്ങനെ വിത്തിട്ട് പിന്നീട് ഇവിടേക്ക് എത്തുന്നതാണ് ഈ ഒരു കുത്തുബുദ്ദീൻ ഐബക്ര കയ്യിൽ എത്തുകയും അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്ര കീഴിൽ എത്തിയാൽ പിന്നെ ഈ കുത്തുബുദ്ദീൻ ഐബക്ക് എന്തായിട്ടാണ്, അതായത് ഈ ഒരു ഡൽഹി രാജാവുകയും അങ്ങനെ രാജാവായ സന്ദർഭത്തിൽ ഈ ഒരു കുത്തുബുദ്ദീൻ അതായത് ഇൽത്തുമിഷിറെ ഈ ഒരു സ്വഭാവവും കാര്യവും കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇൽത്തുമിഷിർ എന്താക്കുന്നതാണ് എന്തൊക്കെ ചൊന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം മോലിലെ മങ്ങിലാക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ മോലിലെ മങ്ങിലാക്കി കൊടുക്കലോട് കൂടി എന്തായിട്ട് ഇൽത്തുമിഷ് മർമോനായിട്ട് അങ്ങനെ മർമോനായിട്ട് മാത്രമല്ല, അപ്പോൾ അടിമയായിട്ടിരുന്ന ഒരാൾ രാജാവ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുകയും പണ്ട് കാലത്തിൽ കുത്തുബുദ്ദീൻ ഐബക്ക് എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രദേശം എന്താക്കിയതാണ് ഗവർണറായിട്ട് നിയമിച്ചത്. പിന്നീട് കുത്തുബുദ്ദീൻ ഐബക്ക് മരണപ്പെട്ടാൽ പിന്നെ ഡൽഹിയുടെ ഏറ്റവും വലിയ ഒരു സുൽത്താനായിട്ടാണ് ആര് പോണ്ടത്, ബഹുമാനപ്പെട്ട ഇൽത്തുമിഷ് പോണ്ടത്. ഏറ്റവും വലിയ ഒരു സൂഫിയായ ഒരു മനുഷ്യനായിട്ടുണ്ട്, അതുപോലെ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയുമായിട്ടുണ്ട്. അതായത് കണ്ട ഏറ്റവും നീതിമാനായ ഒരു ഭരണാധികാരിയായിട്ടുണ്ട് ഇൽത്തുമിഷ്. അതായത് പാവപ്പെട്ടവരാവട്ടും അതായത് പൈസക്കാരാവട്ടും അതേപോലെ ഹിന്ദു ആവട്ടും മുസ്ലിം ആവട്ടെ എല്ലാവർക്കും ഒരേപോലെ രീതിയിൽ കണ്ടെങ്കിൽ ആളാണ് ഇൽത്തുമിഷ്. അതുമാത്രമല്ല ഈ ഒരു ഇൽത്തുമിഷാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മംഗോളിയന്മാരെ നിന്ന് രക്ഷിക്കോബേനായിട്ട് ഒരുപാട് കോട്ടയും കാര്യം ആറ് കെട്ടിയത് ഈ ഇൽത്തുമിഷ് കെട്ടിയതാണ്. അതുമാത്രമല്ല ഈ മരിക്കരുത് മുന്നലായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഖബർ കുഴിച്ച് വെച്ച ഒരാളും കൂടിയാണ്. എത്രത്തോളം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെന്നിട്ടിരുന്ന അതായത് കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ വഫാത്തായ സന്ദർഭത്തിൽ അയാളെ മയ്യത്ത് നിസ്കരിക്കുകയായിട്ട് അതായത് ഇമാമിൻ്റെ ആളാണ്. അതായത് ബൈസൽ പിന്നെ വിചാരിക്കാത്ത ആളും അതേപോലെ ഫർള് നിസ്കാരത്തിന് മുന്നുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഖളാക്കാത്ത ആളായിട്ട്
നിൽക്കണമെന്നുണ്ട് ഇമാം നിൽക്കണം ചെന്ന സാധനം അണ്ടത്തെ കാലഘട്ടത്തിൽ ഇന്നത് ബാറാണ് ഇൽത്തുമിഷാണ്. അപ്പോൾ ഈ ഒരു നിർമ്മിതി ഉൾഗാണ് എന്തുള്ളത് ഇൽത്തുമിഷ് ഈ ഒരു മഖ്ബർ ഉള്ളിച്ചത്. അതുപോലെ ഒരുപാട് കൊത്തുപണിയും ഈ ഒരു ഇതിലുള്ളുകൊണ്ട് ഖുർആനായത്താണ്. അതുമാത്രമല്ല മരിക്കതിർ മുന്നേറിച്ച പോലെ മരിക്കതിർ മുന്നുള്ള എന്താണ് ഖബർ ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്തായത് ബഹുമാനപ്പെട്ട ഇൽത്തുമിഷ് എന്തായത് മരണപ്പെട്ടത്. അത് മരണപ്പെട്ടെന്ന് രോഗശയ്യായിട്ടാണ് എന്താക്കിയത് മരണപ്പെട്ടത്. അങ്ങനെ രോഗശയ്യായിട്ട് മരണപ്പെട്ടതിൽ പിന്നെ എന്താ വെച്ചുണ്ടെങ്കിൽ പിന്നീട് ഈ ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് നിയമിച്ചത് മോലായ റസിയ സുൽത്താനാണ്. അതുമാത്രമല്ല ഈ ഒരു സുൽത്താൻ ചൊല്ലൊരു പേര് വെച്ചത് അണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ബഗ്ദാദ് ഭരിച്ചു എന്ന ആൾക്കാരാണ്. ആരത് എന്താക്കിയത് ഈ ഇൽത്തുമിഷ് സുൽത്താൻ ചൊന്നിട്ട് പേര് വെച്ചത്. അതായത് ഇന്ത്യയിൽ വെച്ചിട്ട് ആദ്യത്തെ മംലൂക്ക് എന്താണ് രാജവംശമാണ്. അതായത് അടിമ രാജവംശം തുടങ്ങിയതാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിലെ ഒരു ഏറ്റവും വലിയ ഒരു സുൽത്താനാണ് ആറ് ബഹുമാനപ്പെട്ട ഇൽത്തുമിഷ്. മാത്രമല്ല കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മാണമാക്കിയെങ്കിൽ ഈ ഒരു കുത്തുബിനാരെ ഫസ്റ്റ് നില മാന്ന കുത്തുബുദ്ദീൻ ആക്കിയെന്ന് കണ്ടെങ്കിൽ പിന്നീടുള്ള എല്ലാ നിർമ്മാണമാക്കി കൊടുത്തത് ആരാണ് സുൽത്താൻ ഇൽത്തുമിഷാണ്. അപ്പോൾ ഈ ഒരു സുൽത്താൻ ഇൽത്തുമിഷിന്റെ മക്ബറ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത് എന്നാ ചൊന്നതുപോലെ നേരത്തെ ചൊന്നതുപോലെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ടോംബ് നോക്കുകയാണ്, ആ ഒരു ഖബർ നോക്കുകയാണ്. അതായത് പണ്ട് കാലഘട്ടത്തിൽ ഈ ജലാലുദ്ദീൻ ഖിൽജിയാണ് പിന്നീട് അതായത് ഈ ഒരു എന്താ ചൊല്ലെ മംലൂക്ക് രാജവംശം കഴിഞ്ഞാൽ പിന്നീട് വേണ്ടതാണ് ഖിൽജി രാജവംശം. ഈ ഖിൽജി വംശത്തെ സ്ഥാപകനാണ് ആറ് ജലാലുദ്ദീൻ ഖിൽജി. ഈ ജലാലുദ്ദീൻ ഖിൽജി ചൊല്ലത് ഈ ഒരു അലാവുദ്ദീൻ ഖിൽജിയെ എന്താണ് ബാപ്പയുടെ ഇലവനാണ്, അതായത് ഒരു കുഞ്ഞാബാണ് ആറ് ജലാലുദ്ദീൻ ഖിൽജി. പക്ഷേ ഈ ജലാലുദ്ദീൻ ഖിൽജിയെ മാത്രമല്ല ജലാലുദ്ദീൻ ഖിൽജിയെ മോല് മങ്ങിലായതും ആരാണ് മങ്ങിലാക്കി കൊടുത്തതാണ് ആരെ ഈ അലാവുദ്ദീൻ ഖിൽജി. അതൊരു മർമോനും കൂടിയാണ്. പക്ഷേ ഈ ഒരു മർമോനായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് എന്താക്കുന്നതാണ് ഈ അലാവുദ്ദീൻ ഖിൽജി ഒരു ആസിന്ത്, അതായത് ഇന്ത്യ ഭരിക്കണം മാത്രമല്ല ഇന്ത്യത്തെ ഏറ്റവും വലിയ ഒരു സുൽത്താൻ ആവണമെന്നുള്ള ഒരു ആഗ്രഹം ആയിരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിക്ക്. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി ആഗ്രഹിക്കുകയും അങ്ങനെ പിന്നീട് എന്താക്കുന്നതാണ് ഏറ്റവും വലിയ ദേവഗിരി പോയിട്ട് എന്താക്കുന്നതാണ് അണ്ടത്തെ കാലം ഏറ്റവും വലിയ സമ്പന്നമായിട്ട് ഒരു പ്രദേശമായിട്ട് മഹാരാഷ്ട്ര ദേവഗിരി. അങ്ങനെ ദേവഗിരി പോയിട്ട് യുദ്ധാക്കുകയും അവിടുത്തെ നിന്നുണ്ടല്ല സ്വർണ്ണാഭരണം എല്ലാം കൊണ്ടുവന്നിട്ട് വന്ന സന്ദർഭത്തിൽ അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ അലാവുദ്ദീൻ ഖിൽജി ഒരു പ്രദേശത്തിൽ അതായത് ഉത്തർപ്രദേശത്തിലുള്ള ഒരു പ്രദേശത്ത് അതായത് കാർച്ചുള്ള പ്രദേശത്തിൽ ഒരു ഗവർണറായിട്ട് ഇന്നതാണ്. പക്ഷെ ഗവർണർ നോക്കുകയായിട്ട് അണ്ടത്തെ കാലത്ത് രാജാവായിട്ട് ഇന്ന് ജലാലുദ്ദീൻ ഖിൽജി പോവുകയും അതായത് ഈ ഒരു പൈസ കൊണ്ടുവന്ന സന്ദർഭത്തിലുള്ള പോവുകയും അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി എന്താക്കുന്നതാണ് ഈ ജലാലുദ്ദീൻ ഖിൽജി ആലിംഗനാക്കുന്ന സന്ദർഭത്തിൽ ഹഗ്ഗാക്കുന്ന സന്ദർഭത്തിൽ ജലാലുദ്ദീൻ ഖിൽജി ആറ് കൊല്ലുടേതാണ് അലാവുദ്ദീൻ ഖിൽജി കൊല്ലുകയും അങ്ങനെ പിന്നീട് എന്താക്കുന്നതാണ് ഈ ഒരു ഡൽഹിയുടെ രാജാവായിട്ട് ആറ് ബണ്ടത് ഈ അലാവുദ്ദീൻ ഖിൽജി ബണ്ടത്. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി ഈ ഒരു അതായത് ഈ ഡൽഹിയിലെ രാജാവായിട്ട് വന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരുപാട് വലിയൊരു പണക്കാരനായ ഒരു രാജാവായിട്ട് ഇന്ന് ആറ് അലാവുദ്ദീൻ ഖിൽജി. അങ്ങനെ പിന്നീട് അങ്ങനെ കുറെ പൈസ പിന്നീടെല്ലാം പോവുകയും അങ്ങനെ ഒരുപാട് പ്രദേശത്തെ ആക്രമിക്കുകയും അങ്ങനെ അവിടെ നിന്ന് പൈസ എല്ലാം എടുക്കുകയും ആക്കിയിട്ട് സന്ദർഭത്തിൽ ഈ ഒരു സന്ദർഭത്തിലാണ് 1296 എന്താ അവിടുത്തെ സുൽത്താനായിട്ട് വേണ്ടത് ആറ് അതായത് അലാവുദ്ദീൻ ഖിൽജി. പക്ഷേ അലാവുദ്ദീൻ ഖിൽജി വന്നതിൽ പിന്നെ ആറ് ഈ മംഗോലിയങ്ങൾ അറ്റാക്ക് ആക്കുകയൊക്കെ വേണ്ടത് ഇന്ത്യക്ക് വേണ്ട സന്ദർഭത്തിൽ അങ്ങനെ എതിർത്ത് അങ്ങനെ പിടിച്ച് നിൽപ്പാട്ടിയത് ആളാണ് ആറ് അലാവുദ്ദീൻ ഖിൽജി. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി മംഗോലിയങ്ങൾ ഏതിൽ സമയത്ത് വന്നത് ഈ സമയത്ത് എല്ലാം അലാവുദ്ദീൻ ഖിൽജി എന്താക്കിയതാണ് ഓടുവാട്ടി പോയതാണ്. അങ്ങനെ ലാസ്റ്റ് മംഗോലിയർക്കാർക്ക് എന്നാ പേടിയായി പോയിത്താറ് അലാവുദ്ദീൻ ഖിൽജി. പക്ഷെ അപ്പോൾ അതിൽ പിന്നെ എന്താകില്ല മംഗോലിയർ എവിടേക്ക് വന്നില്ല, ഈ ഇന്ത്യ അറ്റാക്ക് ഒക്കെ വന്നില്ല. പക്ഷെ അങ്ങനെ കൊണ്ടിട്ടാണ് ഇന്ത്യത്തെ ഏറ്റവും വലിയ സുരക്ഷിതമായിട്ട് നിൽക്കുക, അത് മംഗോലിയറിൽ നിന്നിട്ട് എല്ലാത്തിൽ നിന്നും സുരക്ഷിതമാക്കിയ ആളാണ് ആറ് അലാവുദ്ദീൻ ഖിൽജി. എന്നാലും അവസാന കാലഘട്ടത്തിൽ അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരുപാട് സംശയം വരുകയും എത്രത്തോളം ചെന്നെങ്കിൽ സ്വന്തം പെഞ്ഞായും മക്കളും എന്തും വിശ്വാസമില്ലാത്ത. പക്ഷേ ആ സന്ദർഭത്തിൽ വിശ്വാസമായിട്ട് ഇന്നത് ആരാണ് വെറും നേരത്തെ ചൊന്നതുപോലെ മലിക് കഫറാണ്. പക്ഷേ ഈ മലിക് കഫറായിട്ട് അവസാന കാലഘട്ടത്തിൽ ഈ ഒരു അലാവുദ്ദീൻ ഖിൽജിക്ക് എന്താ അവിടുത്തെ രോഗമുണ്ടത്, ലിവർ സംബന്ധമായിട്ട് രോഗം വരികയും കൈയും കാലും എല്ലാം എന്താ ഒരു ബീക്കവന്റെ സന്ദർഭത്തിൽ അങ്ങനെ 1316 എന്താവിടതാണ് അലാവുദ്ദീൻ ഖിൽജി എന്താവിടതാണ് മരിക്കുന്നതാണ്. പക്ഷെ മരിക്കുന്നതല്ല, ഈ ഒരു മലിക് കഫർ കൊന്നതുണ്ടാണ് ചൊല്ലത്. അപ്പോൾ അത്രക്കും വലിയ ഒരു രാജാവിടെ മക്ബറാണ് ആ ഒരു ഖബറാണ് ഇവിടെ കണ്ടോണ്ടല്ലോ. ഇതാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന ഒരു ടോംബ് ചൊല്ലത്, ഒരു ഖബർ ചൊല്ലത്. അപ്പോൾ ഇത് മുന്നുള്ള ഒരു കുബം കാര്യമല്ല എന്ത്, പക്ഷെ ഇപ്പോൾ അതെല്ലാം പൊട്ടിയിട്ട് പോയിട്ട് ഏതായാലും ഇതാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ഖബർ ചൊല്ലത്.
അപ്പോൾ ഇത്രക്കും വലിയൊരു രാജാവായിട്ട് ഇന്നെങ്കത്തെ അതായത് എന്താ ചൊല്ലേ ഇന്ത്യത്തെ എല്ലാ അതായത് പാൻ ഇന്ത്യ ഫുള്ളായിട്ട് ഭരിക്കലെങ്കത്തെ ഒരു രാജാവായിട്ട് ഇന്ന് ആള് പിന്നീട് എന്തുമില്ലാത്ത രൂപത്തിലാണ് ഈ ഒരു ഡൽഹിയിൽ എന്തായി കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അലാവുദ്ദീൻ ഖിൽജിയെ. പക്ഷേ ഈ അലാവുദ്ദീൻ ഖിൽജിയെ അവസാനമായിട്ട് കൊന്നത് മലിക് കഫറാണ് കൊന്നതുണ്ടാന്ന് ചൊല്ലത്. സ്ലോ പോയിസൺ കൊടുത്തിട്ടും അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിയെ ആയിട്ട് മരിക്കരങ്കത്തെ ഒരു പോയിസൺ കൊടുത്തിട്ടും കൊന്നതുണ്ടാന്ന് ചൊല്ലത്. പിന്നീട് എന്തായില്ല മരിച്ചൽ പിന്നെ അതായത് അലാവുദ്ദീൻ ഖിൽജി മരിച്ചൽ പിന്നീട് മലിക് കഫറാണ് ഇവിടെ ഒരു ഭരണ ശരിയായിട്ട് നടത്തുക പിന്നെ പോകും. പിന്നെ മലിക് കഫറൊക്കെ എങ്കിൽ ഒരുപാട് ചരിത്രമുണ്ട്. അത് വലിയൊരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നൊരു രീതിയിൽ പിന്നെ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് വേണം ചൊല്ലാം. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ചരിത്രം മാത്രമാണ് ചൊന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ബണ്ട് നാളിൽ കുത്തുബ് മിനാറിലെ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യം ഇൻഷാ അല്ലാഹ് ബണ്ട് വീഡിയോയിൽ ചർച്ചയാക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ ബണ്ട് നാളിൽ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ചരിത്രം കണ്ടെടുത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.